അപ്പോൾ നമുക്ക് കോയമ്പത്തൂർ വ്ളോഗിൻ്റെ ഫൈനൽ പാർട്ട് കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ അനിയത്തി ചായൻ്റെ പരിപാടികൾ നോക്കിയാണ്. അപ്പോൾ ഞാൻ പല്ലിച്ചിട്ട് വന്നിട്ട് നേരെ ചായ അടിച്ചു. നമ്മൾ ഇന്ന് രാവിലത്തെ ട്രെയിനിനാണ് റിട്ടേൺ വരുന്നത്. അപ്പോൾ ഏട്ടൻ ഉച്ചക്കത്തേക്ക് ഉള്ളതെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ദ്രയാണെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് പോലും ഇല്ല. ഇതവളെ പുതിയ പോസാണ് ഉറങ്ങുന്നതിൻ്റെ. അങ്ങനെ നമ്മളെല്ലാവരും പെട്ടെന്ന് റെഡി ആയിട്ട് ട്രെയിൻ എത്തുന്ന ടൈം ആകുമ്പോഴത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 2 ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് വിട്ടു. ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു മമ്മിയുടെ അമ്മക്ക്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ കുറച്ച് മുന്നേ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. ഓൾറെഡി വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറേ സമയമില്ലാണ്ട് തന്നെ അങ്ങനെ ചായയും പപ്സും അടയൊക്കെ പറഞ്ഞു. ബാഗ് എടുക്കുന്നതിനിടയിൽ ചെറുതായിട്ട് തന്നെ നഖവും പൊട്ടി. എനിക്ക് സങ്കടം വന്നു, പക്ഷെ കാര്യമാക്കില്ല. അങ്ങനെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കി കോച്ച് പൊസിഷൻ നോക്കിയിട്ട് നമ്മൾ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പോലീസ് ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോയില്ല. പിന്നെ ട്രെയിൻ വന്നു, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. 3-4 ദിവസത്തെ ട്രിപ്പ് നമ്മൾ അടിച്ചു പൊളിച്ച് വന്നുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇന്ദ്ര പുറത്തേക്ക് നോക്കിയിട്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. അവൾക്ക് ഈയിടെ ആയിട്ടില്ലേ ഭയങ്കര മൂഡ് സ്വിങ്സ് ഒന്ന്. ചിലപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ നേരെ സാഡായിരിക്കും. ഇത് നിങ്ങൾക്ക് ഞാൻ അവളുടെ ഒരു കരച്ചിൽ വീഡിയോ കാണിച്ചു തരാം. ഇതേ 2 മിനിറ്റിൽ എന്തേലും വാശി പിടിച്ച കാര്യം. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അതെല്ലാവരും കൂടി കഴിച്ചു. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഫുഡ് ആയതുകൊണ്ട് നല്ല വിശ്വസിച്ച് നമ്മൾ കഴിച്ചു എല്ലാവരും കൂടെ. ഇന്ദ്രക്കും അത് കൊടുത്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ടൈം ഒട്ടും പോകുന്നുണ്ടായിരുന്നില്ല. നമ്മൾ യുനോ കളിച്ചു. അത് കഴിഞ്ഞ് ഇന്ദ്രനും ഞാനും കൂടെ കുറേ കളിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ദ്രൻ്റെ ഞാൻ കുറച്ച് വീഡിയോസ് ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ കോയമ്പത്തൂർ വ്ളോഗ് ഇവിടെ അവസാനിക്കും.